ഗർഭം ധരിച്ച മുതല് ബെഡ് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഉപദേശം പല ഗർഭിണികൾക്കും പല കോർണേഴ്സിൽ നിന്നും കിട്ടാറുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ, ഏതൊക്കെ കണ്ടീഷനിലാണ് റെസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്, സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂരിൽ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ ഗർഭിണികൾക്കും ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആദ്യത്തെ മാസങ്ങളിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നാലേ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്രദമായിരിക്കുള്ളൂ. പക്ഷേ IVF പ്രഗ്നൻസി, കുറെ കാലം കുട്ടികളില്ലാണ്ട് കുട്ടി ഉണ്ടാവുക, 2 അബോർഷൻ കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുക, ഇങ്ങനത്തെ പേഷ്യൻസിനോടും ബന്ധുക്കൾ പലപ്പോഴും ബെഡ് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഇത് പേഷ്യൻസിൽ പിരിമുറുക്കം കൂട്ടും. അത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതല്ലാണ്ട് ഇത്രയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ് എത്ര ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിലും ആവശ്യമില്ല. അധികം റെസ്റ്റുകൾ ഇൻഫാക്ട് കാലിൽ രക്തക്കൊഴലുകളിൽ രക്തം ആവാനോ DVTക്കോ ഒക്കെ കാരണമാവും. മാനസിക പ്രശ്നവും ശാരീരിക പ്രശ്നവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നോർമൽ പ്രഗ്നൻസിയിൽ ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് ആവശ്യം? ഏറ്റവും ആദ്യം കോമണസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ബ്ലീഡിങ് ആണ്. അത് പലപ്പോഴും കുട്ടിക്ക് രക്തോട്ടം കിട്ടുന്നത് മറുകുട്ടിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിനെ പ്ലസന്റ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ കോറിയോൺ എന്ന് പറയും. അതിന്റെ പിന്നിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുമ്പോഴാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അപ്പൊ ആ കോറിയോൺ യൂട്രസിൽ ഒട്ട് കിടക്കുന്നവരെ നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പൊ ബ്ലീഡിങ് നിന്നിട്ട് ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണം. അപ്പൊ ബെഡ് റെസ്റ്റ് എടുക്കണം. എന്താ വെച്ചാൽ നമ്മളൊരു സ്റ്റാമ്പ് പശ ഒട്ടിച്ചിട്ട് പേപ്പറിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഇത് ഒട്ടണ വരെ അത് അവിടെ ഇരിക്കണ്ടേ, അപ്പോഴേക്കും ഇളക്കാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ ഈ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോറിയോൺ യൂട്രസിനോട് ഒട്ടുന്നവരെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. നമ്പർ 2, പലപ്പോഴും യൂട്രസിന്റെ വായ സെർവിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീളത്തിലൊരു സാധനമാണത്. അതിന് നീളം കുറവാണെന്ന് NT സ്കാൻ അല്ലെങ്കിൽ 11 ആഴ്ചയിൽ ചെയ്യുന്ന ഒരു സ്കാനിൽ കാണുകയാണെങ്കിൽ പലപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. ഒരു വിഭാഗം ഡോക്ടേഴ്സ് അതിന് ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കും, വേറൊരു വിഭാഗം ആൾക്കാർ അത് ഷോർട്ട് ആണെങ്കിൽ അത് റെസ്റ്റ് എടുത്ത് പ്രൊജസ്ട്രോൺ കൊടുക്കും. എന്നാലും ഇതിലും നീളമുള്ള സെർവിക്സ് 3 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ റെസ്റ്റിന്റെ ആവശ്യമില്ല. 2.5 താഴെ ആണെങ്കിൽ റെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ കുട്ടിയുടെ തല ആ സെർവിക്സിൽ വന്ന് ഇടിക്കും. അപ്പൊ അതില്ലാതിരിക്കുകയാണെങ്കിൽ ഷോർട്ട് സെർവിക്സിന് മാത്രമേ റെസ്റ്റ് വേണ്ടൂ. അതും സ്റ്റിച്ചിട്ട കേസുകളിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. ഇനി 3, പലപ്പോഴും മറുകുട്ടി താഴെ ഇരിക്കുന്നത് എന്നുള്ള ഒരു സ്കാൻ റിപ്പോർട്ട് കാണുമ്പോഴേക്കും എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഈവൻ ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. ഈ മറുകുട്ടി താഴെ ഇരിക്കുന്ന ഒരവസ്ഥ 3 മാസത്തിൽ NT സ്കാൻ ചെയ്യുമ്പോഴാണ് കാണണം എന്നുണ്ടെങ്കിൽ അതിന് റെസ്റ്റിന്റെ ആവശ്യമില്ല. ബിക്കോസ് ആ മറുകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് പിൽക്കാലത്തേക്ക് മുകളിലേക്ക് കയറിപ്പോകും. അപ്പൊ അത് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവില്ല. പക്ഷെ ബ്ലീഡിങ് ഉണ്ടായ കേസാണെങ്കിൽ അപ്പോൾ യെസ്, ബെഡ് റെസ്റ്റ് വേണം. ഇതേ കാര്യം 5 മാസത്തിൽ അനോമലി സ്കാൻ ചെയ്യുമ്പോൾ കണ്ടാലും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന പ്ലസന്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പരിഭ്രാന്തരാവേണ്ടതില്ല. 5 മാസം കഴിഞ്ഞാലും അത് കയറിപ്പോകും. പക്ഷേ 27 ആഴ്ച 28 ആഴ്ചയിലൊക്കെ സ്കാനിങ്ങിൽ പിന്നെ മറുകുട്ടി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ റെസ്റ്റ് വേണം. എന്താ വെച്ചാൽ അത് യൂട്രസിൽ സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന ലോവർ സെഗ്മെന്റിലാണ് നിൽക്കുന്നത്. അത് അതിൻ്റെ അവിടെ പ്ലസന്റ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ പേഷ്യൻസിന് നല്ല ബെഡ് റെസ്റ്റ് വേണം, വളരെ കെയർഫുൾ ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് വേണം. ഇനി നമ്മൾ 4ാമത്തെ ഒരു കണ്ടീഷൻ, പലപ്പോഴും പ്രഷർ ഉണ്ടാവാറുണ്ട് ഗർഭസമയത്ത്. ആ സമയത്ത് ഈ മറ്റുള്ളവരുടെ പ്രഷർ കിഡ്നിയിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗർഭിണിയുടെ പ്രഷർ വരുന്നത് പ്ലസന്റയിൽ നിന്നാണ്. അതായത് മറുകുട്ടിയുടെ രക്തക്കുഴലിൽ നിന്നാണ് പ്രഷർ വരുന്നത്. അപ്പൊ അതിലേക്ക് കൂടുതൽ പോഷകം ചെന്നാലേ കുട്ടിക്ക് വളർച്ച കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രഷർ ഉള്ള പേഷ്യൻസിനോട് പലപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. അതിന് ബെഡ് റെസ്റ്റ് കംപ്ലീറ്റ് വേണമെന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ ട്വിൻസ് ആണ്. 2 കുട്ടികളെ കൊണ്ട് നടക്കുന്ന ഒരു യൂട്രസ് ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്ന യൂട്രസ് പോലെയല്ല, കുറച്ചും കൂടി വീക്കായിരിക്കും. അങ്ങനത്തെ ആളുകൾ റെസ്റ്റ് കൂടുതൽ എടുക്കുന്നത് നന്നായി. അടുത്തത് വളർച്ചക്കുറവുണ്ടാവുന്ന കുട്ടികൾ. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേറെ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് എന്തുകൊണ്ടോ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടെങ്കിൽ ആ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ കിട്ടുന്നത് പ്ലസന്റ അല്ലെങ്കിൽ മറുകുട്ടിയിൽ നിന്നാണ്. അപ്പൊ ആ മറുകുട്ടിയിലേക്ക് കൂടുതൽ പോഷകങ്ങൾ ചെല്ലാനായിട്ട് നമ്മൾ
റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ പോഷകങ്ങൾ മറ്റുള്ള ഓർഗൻസിലേക്ക് പോകാതെ പ്ലസന്റയിലേക്ക് കൂടുതൽ പോകും. അപ്പോൾ വളർച്ചക്കുറവുള്ള പേഷ്യൻസിന് റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ ഗർഭിണികളും ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബ്ലീഡിംഗ് ഉള്ള കേസുകൾക്ക് അല്ലെങ്കിൽ സെർവിക്സ് ഷോർട്ട് ആവുന്ന കേസുകൾ, വളർച്ചക്കുറവ്, ഇങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബെഡ് റെസ്റ്റ് എടുക്കണ്ടൂ. കുറെ കാലം കഴിഞ്ഞിട്ട് കുട്ടി കിട്ടിയെന്നോ അങ്ങനെ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടായെന്നോ വിചാരിച്ചിട്ട് നമ്മൾ ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗർഭിണിക്ക് ടെൻഷൻ ഉണ്ടാക്കും, അത് കുട്ടിയെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആവശ്യമുള്ള കേസുകൾക്ക് മാത്രം ബെഡ് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. നന്ദി, നമസ്കാരം.